നമസ്തേ. സുബിക്സ് ലെവൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വൈനാണ്. അതെന്താണെന്നല്ലേ, ചെമ്പരത്തി വൈനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെമ്പരത്തിയൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി വൈനാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 ചെമ്പരത്തി, അതിൻ്റെ ഇതിലെല്ലാം കീറിയെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, പിന്നെ ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 കറയാമ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഇപ്പോൾ ഇടാൻ പോകുന്നത് ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇടാൻ പോകുന്നത്. ഉണ്ടോ, ഒരു 1.25 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ഗ്ലാസ് ബോട്ടിലാണത്. നേരത്തെ പല വൈനുകളും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ ജാറുകളൊന്നും ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയ കുപ്പിയിലിടുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് പഞ്ചസാരയിൽ ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ചെമ്പരത്തി കൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിക്കാൻ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ച് എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ. അതിനകത്തേക്ക് ഒരു നാരങ്ങാ നീരെടുത്ത് അരിച്ചൊഴിക്കാൻ പോകണേ. അപ്പോൾ തന്നെ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ കളർ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വയലറ്റ് കളറായിരുന്നു. ഇപ്പോൾ നാരങ്ങ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് പ്യുവർ റെഡ് കളറായിട്ട് മാറും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു 3 നാരങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളർ നോക്കി നല്ല അടിപൊളി റെഡ് കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലേക്ക് മാറ്റിയിട്ട് മറ്റുള്ള സാധനങ്ങൾ നമുക്ക് ഇടാം ഇതിനകത്തേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ജ്യൂസാക്കി എടുത്തത് ഇപ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറുവപ്പട്ട 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇടാൻ പോകുന്നത് ഈസ്റ്റാണ്. അത് നമുക്ക് ഒരു ഇച്ചിരി ഈസ്റ്റ് എടുത്ത് ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് എടുത്ത് പാകത്തിന് മൂടി വെക്കാം. അതായത് എയർ ടൈറ്റായിട്ട് മൂടി വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എയർ ടൈറ്റായിട്ട് മൂടി വെക്കാൻ പാടില്ല. എപ്പോഴും ഇത്രയും സ്പേസ് വിട്ടിരിക്കണം. ഇത്രയും സ്പേസ് ഫ്രീ ആക്കി ഇടണം. ഇനി ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന എയർ കറക്റ്റായിട്ട് സുഖമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകത്തക്ക രീതിയിൽ വേണം നമുക്ക് കെട്ടി വെക്കാനായിട്ട്. അതായത് എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കരുത്. വേറെ തുണിയൊക്കെ ഇട്ടിട്ട് എയർ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ കെട്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു 20 ദിവസം കഴിഞ്ഞിട്ട്
എടുത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്, തുണിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ക്യാപ്പ് അധികം ടൈറ്റ് ചെയ്തിട്ടില്ല, ലൂസാക്കി എയർ പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ തന്നെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത 20 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചെമ്പരത്തി വൈൻ റെഡിയായി കഴിഞ്ഞു. ഇതാണ് സാധനം. എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ല അടിപൊളി കളറല്ലേ. ഇത് ഞാനൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളെ. അടിപൊളി സാധനം, നല്ല അടിപൊളി സാധനം. നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണത്, ചെമ്പരത്തി വൈൻ എന്ന് പറയുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ചെമ്പരത്തികളൊക്കെ ഉണ്ടാവും, നിസ്സാര സമയം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.